വല്യച്ചായ നിങ്ങൾ മറന്നോ? അങ്ങനെ മറക്കാൻ പറ്റുമോ വല്യച്ചായ? നിങ്ങളുടെ പരീക്ഷ കഴിഞ്ഞോ? എന്റെ കഴിഞ്ഞു. എന്റെ 2 കൂടി ഉണ്ട്. അകത്തേക്ക് വാ രാധികേ, വാ. എന്താണ് നിന്റെ മുഖത്തൊരു സന്തോഷക്കുറവ്? ബിസിനസ് ആകെ പ്രശ്നത്തിലാണ്. തൊഴിലാളികൾ കൂലിപ്രശ്നം ഉന്നയിച്ചവരോടി എല്ലാം അടച്ചുപൂട്ടി. അവിടം വരെയായോ കാര്യങ്ങൾ? നിയമ നടപടി ഒന്നും സ്വീകരിച്ചില്ലേ? പലരെയും കണ്ടു, പലതും ഞാൻ ചെയ്തു. അവസാനം ഷട്ടർ ഇട്ടു. ഇവിടുത്തെ പ്രശ്നങ്ങൾ വേറെ. ചേട്ടൻ അമ്മേനെ കണ്ടില്ലല്ലോ, നമുക്ക് അകത്തേക്ക് പോകാം. അമ്മ എന്തി? അമ്മ അടുക്കളയിലുണ്ട്. അമ്മയുടെ കൈപ്പുണ്യം ഒന്ന് വേറെയാ. അത് ശരിയാ, അമ്മയുടെ കൈപ്പുണ്യം സ്റ്റാർ ഹോട്ടലിൽ പോലും കിട്ടിയത്. കണ്ടിട്ട് എത്ര നാളായി? പിള്ളേരെന്തേ? 2 പേർക്കും എക്സാം അമ്മേ. ഓ, അന്ന് ചേട്ടനെപ്പോഴും തിരക്കാ, അതാ. മോനെ, തിരക്കുന്നുണ്ടെങ്കിൽ അമ്മയെ മറക്കരുത്. വല്ലപ്പോഴെങ്കിലും ഒന്ന് ഫോൺ ചെയ്തുകൂടെ? ഞാൻ ചേട്ടനെ വിളിച്ചു വരുന്നത് അമ്മയുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കാനാണ്. എന്ത് തീരുമാനം? അടുത്ത മാസം അവസാനം ഞങ്ങൾ ബാംഗ്ലൂരിലേക്ക് പോകും. അതിനെന്താ, അമ്മയെ കൂടി കൊണ്ടുപോകണം. ഞങ്ങൾ തയ്യാറാണ്, പക്ഷെ അമ്മ വരില്ല. അച്ഛനെ അടക്കം ചെയ്ത് ഇവിടം വിട്ട് അമ്മ വരില്ലെന്നാ പറഞ്ഞു. അമ്മ അതൊക്കെ ചുമ്മാ പറയുന്നതാ. അപ്പു നിർബന്ധിച്ച അമ്മ വരും. ഞാൻ പറഞ്ഞു നോക്കി, ചേട്ടൻ എന്തെങ്കിലും പറഞ്ഞൊന്ന് ശരിയാക്കണം. ഞാൻ പറഞ്ഞാൽ അമ്മ കേൾക്കുമോ? പറഞ്ഞു നോക്കാം. ഇല്ലെങ്കിൽ പിന്നെ 2 വർഷം ചേട്ടനെ കൊടുത്ത് നിൽക്കട്ടെ. അപ്പു പറഞ്ഞു വന്നപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി. 2 വർഷം ഈ തള്ളേനെ ചുമക്കാനൊന്നും എനിക്ക് പറ്റത്തില്ല. നീ എന്താ ഇങ്ങനെ സംസാരിക്കുന്നേ? അച്ഛന്റെ വേർപാടിന് ശേഷം അമ്മയെ സംരക്ഷിച്ച ഇവരല്ലേ? ഞാൻ പിന്നെ എങ്ങനെ സംസാരിക്കണമെന്നാ നിങ്ങൾ പറയുന്നത്? ചേട്ടത്തി സംസാരിക്കുന്നത് കുറച്ച് മര്യാദ കൂടി സംസാരിക്കണം. നീ എന്നെ മര്യാദ പഠിപ്പിക്കണ്ട. ഈ തള്ളെ ചുമക്കാൻ എനിക്ക് പറ്റത്തില്ല. ചേച്ചി, നമ്മൾ വന്ന പെണ്ണുങ്ങളിലെ അമ്മയെ സംരക്ഷിക്കേണ്ടത്. ഇതൊന്നും അത്ര വലിയ പ്രശ്നമല്ല. അമ്മയെ ഞാൻ കൊണ്ടുപോയിക്കോളാം. എങ്ങോട്ട് കൊണ്ടുപോണ കാര്യമാണ് പറയുന്നത്? എന്റെ വീട്ടിൽ കയറ്റത്തില്ല. വല്ല വൃദ്ധസാധനത്തിലോ അനാഥാലയത്തിലോ കൊണ്ടേ ആക്ക്. മിണ്ടരുത്. കുറച്ച് നേരമായി ഞാൻ സഹിക്കുന്നു. ഒരമ്മയുടെ സ്നേഹം അർജുനനാണ് ഞങ്ങൾ പറഞ്ഞത്. എന്നെ ഉപേക്ഷിക്കേണ്ടി വന്നാലും മരണം വരെ എൻ്റെ അമ്മയെ ഞാൻ നെഞ്ചോട് ചേർത്ത് പിടിക്കും. നിങ്ങൾ എന്നെ തല്ലിയല്ലേ? നിങ്ങളുടെ തള്ളയും വിളിച്ചോണ്ട് പോർക്കാൻ അങ്ങോട്ട് വാ, കാണിച്ചു തരാ. ചേട്ടാ, അമ്മയെ ചൊല്ലി തർക്കം വേണ്ട. ഈ കമ്പനിയിൽ ജോലി വാങ്ങി തന്നത് അളിയനാണ്. അനിയുടെ കമ്പനിയിലല്ലേ ജോലി? അതെ. നമ്മുടെ ചെറുപ്പത്തിലെ അച്ഛൻ മരിച്ചത്. ആരുടെയും സഹായമില്ലാതെ അമ്മയുടെ കഠിനാധ്വാനം കൊണ്ടാണ് ഇന്ന് നമ്മൾ ഇവിടം വരെ എത്തിയത്. ഒരിക്കലും അമ്മയുടെ കണ്ണു നിറയാൻ ഇടയാകരുത്. നീ പറഞ്ഞത് ശരിയാ. മക്കളെ ഓർത്ത് കരയാത്ത ഒരു ദിവസം പോലും അമ്മയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. എൻ്റെ ഭാര്യ പലതും പറയും. നീ അതൊന്നും കാര്യമാക്കണ്ട. അമ്മയുടെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. നിങ്ങൾ പോവാന്ന്. ചേട്ടൻ്റെ വീട്ടിൽ അമ്മയ്ക്കൊരു സമാധാനം ഉണ്ടായില്ലെന്ന് എനിക്കറിയാം. പിന്നെ എന്തിനാ ഇങ്ങനെയൊരു തീരുമാനം? അമ്മ നല്ല ആരോഗ്യവതിയാണ്. ജീവിതകാലം മുഴുവനും ഒറ്റപ്പെട്ട് കഴിയേണ്ടവളല്ല. നീ എന്താ ഉദ്ദേശിക്കുന്നത്? അമ്മയുടെ സന്തോഷമാണ് നമുക്ക് ഏറ്റവും വലുത്. അമ്മയെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്തുന്നതായിരിക്കും നമുക്ക് ഏറ്റവും വലുത്. എന്താ എനിക്ക് ജോലി വന്നല്ലോ. അമ്മക്ക് ഞങ്ങളുണ്ടാവും. എന്തിനാ വിഷമിക്കണ്ട?
ദേ മക്കളെനിക്ക് കല്യാണം ആലോചിക്കുന്നത് അറിഞ്ഞോ? മക്കൾ പറയുന്നതാണ് ശരി. നിന്റെ ജീവിതം ആരുടെയും കാൽച്ചുവട്ടിൽ ചവിട്ടി അരയ്ക്കാനുള്ളതല്ല. അതുകൊണ്ട് സമ്മതിക്കണം.